ടെസ്റ്റ് എക്സസൈസിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണോ യു കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് രണ്ടിനകത്തും 4u കോമൺ ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ u+2 വരും ഈക്വൽ ടു 0. കാരണം ഇതിനകത്തുനിന്ന് 4u പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാലൻസ് അവിടെ u ഉള്ളൂ. ഇതിനകത്തുനിന്ന് 8uന്ന് 4u പുറത്തെടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് 4u ഈക്വൽ ടു 0 കൊടുത്തു കഴിയുമ്പോൾ യുവിൻ്റെ ഒരു വാല്യൂ നമുക്ക് 0 കിട്ടും, ഒരു ഫാക്ടർ. ദെൻ രണ്ടാമത്തെ u+2 0 കൊടുത്തു കഴിയുമ്പോൾ യുവിൻ്റെ ഒരു റൂട്ട് -2 കിട്ടും. അപ്പോൾ നമുക്ക് 2 റൂട്ടായി. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 ആയി, ബീറ്റ ഈക്വൽ ടു -2 ആയി. ഇനി നമുക്ക് അതിനകത്ത് നിന്ന് സം ഓഫ് റൂട്ടും പ്രോഡക്റ്റ് ഓഫ് റൂട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 0 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 വരും. ഇത് രണ്ടും കൂടെ കൂട്ടി ആൽഫ എന്ന് പറഞ്ഞാൽ 0യും ബീറ്റ എന്ന് പറഞ്ഞാൽ -2 അല്ലേ, അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആയി. ദെൻ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 0 × -2. 0 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ ഈസ് 0. അപ്പോൾ ദെൻ ആൻസർ ഈസ് 0 വരും. പ്രോഡക്റ്റ് ഓഫ് റൂട്ടും ആയി, സം ഓഫ് റൂട്ടും ആയി. ഇനി നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും, ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും, സി കോൺസ്റ്റന്റ് ടൈം അവിടെ ഇല്ലാത്തതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. ഇനി നമ്മളിത് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a വരും. ദാറ്റ് ഈസ് -8/a എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ ആൻസർ ഈസ് -2 വരും. കറക്റ്റ് അല്ലേ നോക്കി? സം ഓഫ് റൂട്ട് നമുക്ക് കിട്ടിയത് -2, അത് കറക്റ്റാണ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 0 × -2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അവിടെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് റിലേഷനും എന്താണ്? രണ്ട് വാല്യൂസും സെയിം ആയിട്ട് കിട്ടും.